സെക്കൻഡിൽ ആണ് നമ്മൾ നിൽക്കുന്നത്. ഫോർമേഷൻ ഓഫ് കമ്പനീൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ പ്രൊമോട്ടർ ആണ്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ അതിൽ ഒന്നാമത് ഡിസ്കസ് ചെയ്യുന്നത് ഈ 1 to 7 ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്ക് സെക്ഷനിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഒന്നാമത് പറയുന്നത് ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ, രണ്ടാമത് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, മൂന്നാമത് അസംബ്ലിംഗ് ഓഫ് റിസോഴ്സസ്, നാലാമത് പ്രിപ്പയറിംഗ് പ്രിലിമിനറി ഡോക്യുമെൻറ്റ്, അഞ്ചാമത് എൻറ്ററിംഗ് ടു പ്രിലിമിനറി കോൺട്രാക്ട്സ്, ആറാമത് നൈമിംഗ് ദ കമ്പനി, അപ്പോയിൻമെൻറ്റ് ഓഫ് ബാങ്ക്സ്, അണ്ടർ റൈറ്റേഴ്സ്, ബ്രോക്കേഴ്സ്, എക്സെട്രാസ്. ഇത്രയും പ്രധാനപ്പെട്ട 7 ഫങ്ഷൻസുകൾ ഒരു പ്രൊമോട്ടർ ആ കമ്പനി ഫോം ചെയ്തിട്ട് റൺ ചെയ്തിട്ട് ഒരു ഷെയർ ഹോൾഡേഴ്സിനോ റെപ്രസെൻറ്റേറ്റീവിനെ ഹാൻഡ് ഓവർ ചെയ്തതിന് മുമ്പ് അയാൾ ഈ 7 ഫങ്ഷൻസ് എന്ത് ചെയ്യണം, ക്യാരി ഔട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്. അതിൽ ഒന്നാമത് പറയുന്നത് ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രൊമോട്ടറുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫങ്ഷനാണ് എന്ത്, ബിസിനസ്സിൻ്റെ ഐഡിയ കണ്ടെത്തുക. ഐഡിയ മാത്രം കണ്ടെത്തിയാൽ പോരാ, അദ്ദേഹം എന്ത് കൂടിയും ചെയ്യണം. ദീസ് സ്റ്റെപ്സ് ഇൻക്ലൂഡ് ദ അസസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ റിക്വയർഡ്. ഒരു ബിസിനസ് കണ്ടെത്തി, പക്ഷേ ആ ബിസിനസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എത്ര ക്യാഷ് വരും, എത്ര ക്യാപിറ്റൽ റിക്വയർഡ് ആണെന്ന് കണ്ടെത്തണം. അതുപോലെ തന്നെ ആ ബിസിനസ്സിന് വേണ്ട റോ മെറ്റീരിയൽസ് എന്താണെന്ന് അദ്ദേഹം കണ്ടെത്തി തരണം. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് കണ്ടെത്തുകയും അതിൻ്റെ സോഴ്സ് കൂടി നമ്മൾക്ക് അറിയണം. പിന്നെ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ, ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല, അത് ഹൗ ടു മാർക്കറ്റ് ഇറ്റ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പം അതും കണ്ടെത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അയാൾ ഒരു പ്രൊമോട്ടർ ഓൾട്ടർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അയാൾ ഫിൽറ്റർ ചെയ്യുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് പ്രപ്പോസൽ കൂടുതൽ വന്നിട്ടുണ്ടായിരിക്കും. ആ ഒപ്പം വന്നുള്ള അൺവാണ്ടഡ് പ്രപ്പോസലിനെ അയാൾ എന്ത് ചെയ്യും, ഡിസ്കാർഡ് ചെയ്യും, ഒഴിവാക്കും പ്രിലിമിനറി സ്റ്റേജിൽ തന്നെ വെച്ചിട്ട്. പിന്നെ കയ്യിലുള്ള ഫിൽറ്റർ ചെയ്തിട്ടുള്ള ആ പ്ലാനുകൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ചിട്ടും വീണ്ടും ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ. ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ജനറലി കണ്ടക്റ്റഡ് വിത്ത് ഹെൽപ്പ് ഓഫ് എക്സ്പേർട്ടേഴ്സ്. ഇത് പ്രൊമോട്ടർ മാത്രമല്ല ചെയ്യുക, ചില എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ കൂടിയാണ് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. സച്ച് ആസ് പ്രൊഫഷണൽ അക്കൗണ്ടൻ്റ് ആയിരിക്കാം, എഞ്ചിനീയേഴ്സ് ആകാം, ഓർ അതർ ഫേംസ് ദാറ്റ് ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ദ മേക്കിംഗ് ഫീസിബിലിറ്റി അനാലിസിസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു അനാലിസിസ് ആണ്. ഫീസിബിലിറ്റി എന്താണ്? ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് വെദർ ഇറ്റ് ഈസ് പോസിബിൾ ഓർ നോട്ട് പോസിബിൾ, അത് നടപ്പാക്കാൻ പറ്റുമോ, നടപ്പാക്കാൻ പറ്റില്ലേ, സാധ്യമാണോ ഇവരെ, അതായത് അക്കൗണ്ടൻ്റ്, എഞ്ചിനീയേഴ്സ്, അതുപോലെ എക്സ്പേർട്ട് ഫേമിനെ കൊണ്ടൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ടൊരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിപ്പിക്കും. അതിൽ എക്സ്പേർട്ട്, അതായത് സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ ആർ ഇൻ ദ പൊസിഷൻ ടു മേക്ക് എ ഒബ്ജക്റ്റീവ് അനാലിസിസ് ഓഫ് their own areas which may help the promoter. Decision have to be taken regarding the size, location, layout and manpower. അപ്പോൾ അവരെന്ത് ചെയ്യും, അത് ചെയ്തിട്ട് അതിന് എത്ര വലിപ്പം വേണമെന്ന്, അത് എവിടെ സ്ഥാപിക്കണം, അതിൻ്റെ ഘടന എങ്ങനെയായിരിക്കണം, എത്ര മാൻ പവർ വേണമെന്നൊക്കെ പറയാം. അപ്പോൾ ഇത്രയും പറഞ്ഞ എക്സ്പേർട്ടുകൾ, സ്പെഷ്യലൈസ് ആയ ആളുകളുടെ ഒപ്പീനിയന് ഈ പ്രൊമോട്ടറുടെ ഈ ബിസിനസ് ഐഡിയ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതോടെ എന്ത് ചെയ്യുന്നു, അത് കൺഫേം ആക്കി ആ ഒരു പ്ലാൻ. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അസംബ്ലിങ് ദ റിസോഴ്സസ് ആണ് പ്രൊമോട്ടർ. എന്താണ് അസംബ്ലിങ് റിസോഴ്സസ്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമുള്ള ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ആ റിസോഴ്സ് ചിലപ്പം പല ഭാഗത്തായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കാം. അത് അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്ത് ചെയ്യണം, എത്തിക്കണം. ആണ് അസംബ്ലിങ് ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത്. അസംബ്ലിങ് ഓഫ് റിസോഴ്സ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രൊമോഷൻ പ്രോസസ്സ്. ദ നെസസറി സ്റ്റെപ്പ് മസ്റ്റ് ബി ടേക്കൺ ടു അസംബിൾ ദ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് മാനേജീരിയൽ പേഴ്സൺസ്. അപ്പം പല ആളുകൾ പല രാജ്യത്തായിരിക്കാം, റോ മെറ്റീരിയൽസ് പല ഭാഗത്തായിരിക്കാം, എല്ലാം പല ബാങ്കിൽ, അതിനൊക്കെ എന്ത് ചെയ്യണം, ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരണം. അതാണ് അസംബ്ലിങ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇനി നാലാമത് പറയുന്നത് പ്രിപ്പയറിംഗ് ദ പ്രിലിമിനറി ഡോക്യുമെന്റ്സ് ആണ്. ഒരു കമ്പനി രജിസ്റ്റർ ആവശ്യമായ പ്രിലിമിനറി ഡോക്യുമെന്റ് എന്ത് ചെയ്യണം, ഈ പ്രൊമോട്ടർ പ്രിപ്പയർ ചെയ്യണം. നോക്കുക, ദ പ്രൊമോട്ടർ വിൽ ഹാവ് ടു പ്രിപ്പയർ ദ നെസസറി ഡോക്യുമെന്റ്സ് വിച്ച് ആർ നെസസറി ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ട്സ് ആർ ദ സം ഓഫ് ദ എസെൻഷ്യൽ ഡോക്യുമെന്റ്
അക്കോർഡിംഗ് ടു ദ കമ്പനീസ് ആക്ട്. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും പ്രോസ്പെക്ട്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രിലിമിനറി ഡോക്യുമെൻറ്റ്സ് ആണ്. അത് ആര് പ്രിപ്പയർ ചെയ്യണം? നമ്മുടെ പ്രൊമോട്ടർ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ 3 ഡോക്യുമെൻറ്റിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഈ ഡോക്യുമെൻറ്റിനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാം. പിന്നീട് പറയുന്നത് എൻ്ററിങ് ടു പ്രിലിമിനറി കോൺട്രാക്ട്സുകളാണ്. ചില കമ്പനികൾ ഫോം ചെയ്യുമ്പോൾ തന്നെ ചില കോൺട്രാക്റ്റുകൾ എന്ത് ചെയ്യണം? പ്രവേശിക്കേണ്ടതുണ്ട്, എൻട്രി ചെയ്യേണ്ടത്. അത് നോക്കാം. ദ പ്രൊമോട്ടേഴ്സ് എൻറ്റേർഡ് ഇൻ ടു ദ കോൺട്രാക്ട് വിത്ത് ഡിഫറെൻറ്റ് പാർട്ടീസ് ബിഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് ദ കമ്പനി. കമ്പനി രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വ്യത്യസ്തമായ വ്യക്തികളോട് എന്ത് ചെയ്യും? ഈ പ്രൊമോട്ടർ എന്ത് ചെയ്യും? ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും. ആഫ്റ്റർ ദ രജിസ്ട്രേഷൻ ദ കമ്പനി അപ്രൂവ് ദിസ് കോൺട്രാക്ട്. ഈ കമ്പനിയുടെ രജിസ്ട്രേഷൻ ശേഷം കമ്പനി എന്ത് ചെയ്യും? ആ കോൺട്രാക്റ്റുകളെല്ലാം അംഗീകരിക്കും. പിന്നെ നെയിമിംഗ് ദ കമ്പനിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് നെയിമിംഗ് ദ കമ്പനി. കമ്പനിക്ക് പേരിടൽ ചടങ്ങ് എന്ന് പറയുന്നത്. ദ പ്രൊമോട്ടർ ഹാസ് ടു സെലക്ട് എ നെയിം ഫോർ ദ കമ്പനി. വെൽ സെലക്ടിങ് ദ നെയിം, കമ്പനിക്ക് ഒരു പേരിടുന്നത് പ്രൊമോട്ടർക്ക് ഇടാം. ആ പ്രൊമോട്ടർ ആ പേരിടുമ്പോൾ അതാണ് പറയുന്നത് വെൽ സെലക്ടിങ് ദ നെയിം ഷുഡ് നോട്ട് ഗീവ് എനി ഫാൾസ് ഇംപ്രഷൻ. ഒരു തെറ്റായ ഒരു ഇംപ്രഷൻ ഉണ്ടാകാൻ പാടില്ല. ദാറ്റ് കമ്പനി ഈസ് ഓണേഡ് ബൈ ദി ഗവൺമെൻറ്. പിന്നെ ആ കമ്പനി, അങ്ങനത്തെ ഒരു കമ്പനി ഗവൺമെൻറ് ഓണേഡ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ദ നെയിം ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി. അപ്പോൾ നിലവിലുള്ളൊരു കമ്പനീൻ്റെ പേര് സാമ്യം ഉണ്ടാകാൻ പാടില്ല. സാമ്യമില്ല പറഞ്ഞത്, നിലവിലുള്ളൊരു കമ്പനീൻ്റെ പേര് നമ്മൾ ഇടാൻ പാടില്ല. നമ്മൾ ഉണ്ടാകുന്ന പേര് ഒരു ബാഡ് അല്ലെങ്കിൽ ഫാൾസ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ പാടില്ല. മൂന്നാമത് പറയുന്നത് ക്ലോസ് റിസംബ്ലിങ് ടു ദ നെയിം ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി. അതായത് ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു വേറൊരു നമ്മളിടുന്നൊരു പേര് നിലവിലൊരു കമ്പനി ഉണ്ടായിരിക്കും. ആ കമ്പനിയുടെ പേരിനായിട്ട് യാതൊരുവിധ ഒരു റിസംബ്ലൻസും ഒരു സാമ്യം ഉണ്ടാകാൻ പാടില്ല. പിന്നെ പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ബാങ്ക്സ് ആൻഡ് അണ്ടർറൈറ്റേഴ്സ് ആണ്. അതായത് കമ്പനീൻ്റെ പ്രൊമോട്ടർ എന്ത് ചെയ്യും? കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഫിനാൻസിങ് ബാങ്കിനെ കുറിച്ച് അതിനെ അപ്പോയിൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അണ്ടർറൈറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഷെയർ ഇറക്കിയിട്ടാണ് ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യുക. ചിലപ്പോൾ ഷെയർ ക്യാപിറ്റൽ മാർക്കറ്റിൽ അത്ര മൂവ് ആകുന്നില്ലെങ്കിൽ, ആരും വാങ്ങിയിട്ടില്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ വാങ്ങാൻ ചില ആളുകൾ റെഡി ആയിരിക്കും. അങ്ങനത്തെ ആളുകളെ സെറ്റാക്കി വെക്കുന്നതിനാണ് അണ്ടർറൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി പറയുന്ന പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ഓഫ് ദ പ്രൊമോട്ടേഴ്സ് ആണ്. ദ പ്രൊമോട്ടേഴ്സ് ഗെറ്റ് എ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് പ്രിപ്പയർഡ്. ഇത് രണ്ടും പ്രിപ്പയർഡ് ചെയ്യേണ്ട ആ ഉത്തരവാദിത്തമാണ് പ്രൊമോട്ടറുടേതാണ്. ആൻഡ് എക്സിക്യൂട്ടഡ് ആൻഡ് രജിസ്റ്റേർഡ് ആൻഡ് ഹി ഡീൽസ് വിത്ത് ദ മർച്ചന്റ് ബാങ്ക്സ് ആൻഡ് ലീഗൽ അഡ്വൈസർ. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ട്സ് അടക്കം ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യേണ്ട അയാളുടെ ഉത്തരവാദിത്തമാണ്. അത് രജിസ്റ്റർ ചെയ്യേണ്ടതും, കൂടാതെ അവരെ മർച്ചന്റ് ബാങ്ക് ഉണ്ടായിരിക്കും അല്ലേ, ഏതൊരു കമ്പനിക്ക് ഒരു ബാങ്ക് ഉണ്ടായിരിക്കും, ആ ബാങ്കിനെ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലീഗൽ അഡ്വൈസർ, അതായത് കമ്പനിക്ക് ചിലപ്പോൾ കുറേ നിയമപരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ചിലപ്പോൾ ഒരു പരിസ്ഥിതി ലോല പ്രദേശത്തൊക്കെയാണ് സ്ഥാപനം തുടങ്ങുന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ഒബ്ജക്ഷൻ വരാം ജനങ്ങളിൽ നിന്നും. അപ്പോൾ അതിനടുത്തുള്ള ലീഗൽ അഡ്വൈസ് ചിലപ്പോൾ വാങ്ങേണ്ടി വരും. പിന്നീട് പറയുന്നത് ഹി ഷുഡ് മേക്ക് ഓൾ ഡിസ്ക്ലോഷർ റിഗാർഡിംഗ് ദ അക്കൗണ്ട്സ് ആൻഡ് ഫോർമേഷൻ സോ ഹാസ് ടു മെയിൻറ്റെയിൻ ദ ട്രാൻസ്പെറൻസി അറ്റ് ദ ടൈം ഓഫ് ദ ട്രാൻസ്ഫർ ഓഫ് ദ മാനേജ്മെൻറ്റ് ടു ദ ഡയറക്ടേഴ്സ്. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാ അക്കൗണ്ട്സും ഒക്കെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. കാരണം ഇതിൻ്റെ റണ്ണിങ് ടൈം ആയി കഴിഞ്ഞാൽ ഇത് അദ്ദേഹത്തിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനോ അതുപോലെ റെപ്രസെൻറ്റേറ്റീവിനോ ഹാൻഡ് ഓവർ ചെയ്യാനുള്ള സാധനം. അപ്പോൾ അതൊന്നും ഹിഡൻ ആകാൻ പാടില്ല. പിന്നെ പറയുന്നത് ഈ ഷുഡ് നോട്ട് മേക്ക് എനി സീക്രട്ട് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ദ പ്രൊമോഷൻ ഓഫ് ദ കമ്പനി. അതുപോലെ തന്നെ കമ്പനിയുടെ പ്രൊമോഷൻ ഉണ്ടാക്കുമ്പോൾ അതിന് ഒരിക്കലും ഒരു സീക്രട്ട് പ്രോഫിറ്റ്, അന്യായമായിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അറിയാത്ത രീതിയിലുള്ള എന്തെങ്കിലും പ്രോഫിറ്റോ മറ്റു കാര്യങ്ങളോ അദ്ദേഹം ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ ഈ ഷുഡ് മേക്ക് ഓൾ ഡിസ്ക്ലോഷർ റിഗാർഡിംഗ് ദ ട്രാൻസാക്ഷൻ എൻറ്റേഡ് ബൈ ഹിം ഓൺ ദി ബിഹാഫ് ഓഫ് ദ കമ്പനി ആസ് എ പ്രൊമോട്ടർ. അതുപോലെ തന്നെ എന്ത് ചെയ്താണ്? ഹി ഷുഡ് മേക്ക് ഡിസ്ക്ലോഷർ, അദ്ദേഹം കാണിച്ചു കൊടുക്കണം എന്ത് ചെയ്താൽ റിഗാർഡിംഗ് ദ ഓൾ ട്രാൻസാക്ഷൻ. അയാളാണ് നമ്മൾക്ക് കമ്പനി, ഒരു പ്രൊമോട്ടറാണ് കമ്പനീൻ്റെ ഐഡിയ തൊട്ടിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വരെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിലവുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ റെക്കോർഡുകളും വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഷുഡ് മേക്ക് ദ ഡിസ്ക്ലോഷർ റിഗാർഡിംഗ് ദ ട്രാൻസാക്ഷൻ എൻറ്റേഡ് ബൈ ഹിം ഓൺ ദ ബിഹാഫ് ഓഫ് ദ കമ്പനി ആസ് എ പ്രൊമോട്ടർ. ഒരു പ്രൊമോട്ടർ എന്ന നിലയിൽ അയാൾ എന്തൊക്കെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് അത് പൂർണ്ണമായിട്ട് അദ്ദേഹം അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. 2-3 പ്രാവശ്യം വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.